നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിംഗിൾ ബാത്റൂമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രഷർ പമ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രഷർ സ്വിച്ചാണ് ഈ കാണുന്നത്. അതേപോലെ ഇതിലൊരു NRV ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു NRV ആണ് കേട്ടോ. അപ്പോൾ ഈ NRV ഇവിടെ കംപ്ലൈൻ്റ് ആയാലും ഈ പമ്പ് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം സ്പ്രിങ് ടൈപ്പ് NRV ആണ് കേട്ടോ. സ്പ്രിങ് ടൈപ്പ് NRV ആണ്. അപ്പോൾ ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇത് കരട് കുടുങ്ങുക അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് അയച്ചിട്ട് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനതൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പമ്പ് നമ്മൾ ആ കാണുന്ന ഭാഗത്താണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നോർമലി ആയിട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈറ്റുള്ള കാരണം കൊണ്ട് ഇവിടെ ഹൈറ്റ് കമ്മി ആയതുകൊണ്ട് ഷവറിലൊന്നും അധികം പ്രഷർ വരുന്നില്ല. അപ്പോൾ ഈ ഭാഗത്ത് വെക്കുമ്പോൾ അവിടെ ഈ കാണുന്നത് NRV ഒരു NRV ആണ്. ഇത് സ്പ്രിങ് ടൈപ്പ് NRV ആണ്. ആ കാണുന്ന ഭാഗത്തൊരു NRV സെറ്റ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയ സമയത്ത് പ്രോപ്പറായിട്ട് ടാങ്കിൽ നിന്നുള്ള നോർമലി പ്രഷർ വീട്ടിലേക്ക് കിട്ടാൻ ബാത്റൂമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ NRV കൊടുക്കുന്നത് കേട്ടോ. ഇത് ഫ്ലോപ്പ് ടൈപ്പും ഉണ്ട്, സ്പ്രിങ് ടൈപ്പും ഉണ്ട്. ഇവിടെ സ്പ്രിങ് ടൈപ്പ് ഉപയോഗിക്കാൻ കാരണം ഇത് ഇത്രയും ടാങ്കിൽ നിന്ന് ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത് സ്പ്രിങ് വർക്കാവും. നേരെ മറിച്ച് ടാങ്കിൻ്റെ അടുത്ത് പ്രഷർ പമ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് കൊടുക്കരുത്. കാരണം ഫ്ലോപ്പ് ടൈപ്പാണ് നല്ലത്. ഫ്ലോപ്പ് ടൈപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൈഫ് കമ്മിയാവും, ഇതാകുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫ്ലോപ്പ് ടൈപ്പ് NRV കൊടുക്കുക, ഈ ഭാഗങ്ങളിൽ ഇത് കൊടുക്കുക കേട്ടോ.